പാലക്കാട് വടക്കന്തറയിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി വോട്ട് ചോദിച്ചെത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തെ BJP പ്രവർത്തകർ തടഞ്ഞൊരു വാർത്ത കുറച്ചു നേരം മുൻപ് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. രമേശ് പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് BJP പ്രവർത്തകർ തടഞ്ഞതെന്ന് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നു. വെട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണ് UDF സ്ഥാനാർത്ഥിക്കെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി മര്യാദ പാലിച്ചുകൊണ്ട്, സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കണം. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. ഞാൻ രാവിലെ പറഞ്ഞ വാക്കുകൾ സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.